1976-ൽ തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച താരമായിരുന്നു മീന ഗണേഷ്. പിന്നീടങ്ങോട്ട് മലയാളത്തിലെ മിക്ക ചിത്രങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന താരം മമ്മൂട്ടി, സുരേഷ് ഗോപി, മോഹൻലാൽ തുടങ്ങിയവരുടെ അമ്മയായി അഭിനയിച്ചു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ അമ്മയായി അഭിനയിച്ചായിരുന്നു താരം കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. ഈ പുഴയും കടന്ന്, പിൻഗാമി, മൈ ഡിയർ കരടി, മീശ മാധവൻ തുടങ്ങി എണ്ണിയാൽ തീരില്ല താരം അഭിനയിച്ച ചിത്രങ്ങൾ. ഓരോ ചിത്രത്തിലും വ്യത്യസ്ത അഭിനയമായിരുന്നു മീന ഗണേഷ് കാഴ്ചവെച്ചത്. മുഖചിത്രത്തിലെ പാത്തുമ്മ, മീശ മാധവനിലെ കൽമൈത്താത്ത എന്നിങ്ങനെയായിരുന്നു താരം പ്രേക്ഷകർക്കിടയിലും അറിയപ്പെട്ടിരുന്നത്. താരത്തിൻ്റെ സിനിമ കാണുന്ന പ്രേക്ഷകരുടെ കണ്ണുകൾ പലപ്പോഴും നിറയാറുണ്ടായിരുന്നു. അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിരുന്നു താരത്തിൻ്റെ അഭിനയം. സിനിമയിലെന്ന പോലെ സീരിയലിലും താരം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു നായിക മലയാളത്തിൽ ഉണ്ടാവില്ലെന്നു തന്നെ പറയാം. താരത്തിൻ്റെ വിയോഗം മലയാള സിനിമാ മേഖലയ്ക്ക് തീരാനഷ്ടം തന്നെയായിരുന്നു. അഭിനയത്തിൽ സജീവമായ സമയത്ത് അസുഖബാധയും വാർദ്ധക്യത്തിലെ ബുദ്ധിമുട്ടുകളും കൊണ്ട് അഭിനയത്തോട് പൂർണ്ണമായും വിട പറയുകയായിരുന്നു മീന. ഒരു കാലത്ത് ചുറുചുറുക്കോടെ ജീവിച്ചിരുന്ന മീന ഗണേഷ് ഒരിക്കൽ തൻ്റെ ദയനീയാവസ്ഥ തുറന്നു പറഞ്ഞിരുന്നു. മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ആരോഗ്യം കൂടുതൽ വഷളായി. നടക്കാനും വയ്യ. അതിന് പരസഹായം ആവശ്യമായി വന്നു. പക്ഷേ മാനസികമായി താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് താരം വ്യക്തമാക്കിയിരുന്നില്ല. ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്ക്. സഹായത്തിന് ഒരു സ്ത്രീ കൂടെയുണ്ട്. മകൻ അടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ മീന ഗണേഷ് അന്ന് പറഞ്ഞിരുന്നു. ഭർത്താവ് പോയതോടെ തൻ്റെ ബലവും പോയി. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പെൻഷൻ ഉള്ളതുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു താൻ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പോൾ ജീവിച്ചു മതിയായി. ജീവിതം മടുത്തു. മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാവിലെ ഉണരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് താൻ ഉറങ്ങാറുള്ളതെന്ന് അന്ന് മീന ഗണേഷ് വ്യക്തമാക്കിയിരുന്നു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നുകൂടി താരം പറഞ്ഞിരുന്നു. 81 വയസ്സായിരുന്നു താരത്തിന്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 5 ദിവസമായി താരം പാലക്കാട് ഷൊർണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. മലയാള സിനിമാ മേഖല ഒന്നടങ്കം താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു.